ഹലോ, അപ്പോൾ നമുക്കൊരു മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേ നാൾ ഇരുന്നിരുന്ന് പഠിച്ചൊരു സംഭവമാട്ടെ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോവാം. അപ്പോൾ എൻ്റെ നല്ലൊരു ഓയിലി സ്കിന്നായ കാരണം അതാ ഞാൻ ലാക്ടോകലാമീൻ്റെ നമ്മുടെ ഫേസ് വാഷ് എടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മുഖം ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ടത് ക്ലീൻ ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനുള്ളതാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മുഖത്തൊന്ന് വൃത്തിയാക്കിയ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നോർമൽ മേക്കപ്പ്, നമ്മൾ സെലിബ്രിറ്റി മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ. സാധാരണ നോർമൽ മേക്കപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അടുത്ത് ടോണർ യൂസ് ചെയ്യുക. അപ്പോൾ ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ ഇത് കുറേ ടോണേഴ്സ് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നേച്ചുറലായിട്ടുള്ള നമ്മുടെ റോസ് വാട്ടർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് പരട്ടാട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താ പറയുക, മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ അത് മോയ്സ്ചറൈസർ ഇതാണ് എടുത്തുള്ളത്, പോൺസിൻ്റെ ആയിട്ട് എടുത്തുള്ളത് ഞാൻ. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഫൗണ്ടേഷൻ ആട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യാനായിട്ട് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ സ്ട്രോപ്പ് ക്രീം കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കൊടുത്ത് നോക്കി നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടുമാണ്. ഇനി നമുക്ക് ഒരു ലെയർ കൂടി ഫൗണ്ടേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ഈ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് കളർ കറക്റ്റ് കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതാ ഇത് നല്ലതാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു കൺസീലർ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇതാണ് പ്ലേസ് ചെയ്യേണ്ടത്. കോൺടൂർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. കോൺടൂർ പ്ലേസ് ചെയ്യലാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കൃതാവിൻ്റെ പ്ലേസ് ചെയ്യാം കേട്ടോ. അടുത്താണ് ബ്രോൺസർ ആട്ടോ. റെവല്യൂഷൻ്റെ ആണ് അടുത്തുള്ളത്. ഇത് പ്ലേസ് ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്കിതാ നമ്മുടെ ബേസ് ഷെയ്ഡ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ മേലെ. ഓർ കൺസീലർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. കൺസീലർ അല്ലെങ്കിൽ ബേസ് ഷെയ്ഡ് ഇട്ടാലും മതി. നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐ ഷെയ്ഡ് ഒന്നിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഗ്ലാം 21 ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. ഇട്ടെന്ന് തോന്നരുത്, എന്നാൽ
ബ്രൗണിൽ തന്നെ നമ്മുടെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ളതും കൂടി മേലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൗണിൻ്റെ തന്നെ ഗ്ലിറ്ററി ഷെയ്ഡും കൂടി മേലിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ അടി നമുക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ട്യൂട്ടോറിയൽ നല്ല നിലയിൽ ഞാൻ പുറത്തേക്ക് എവിടെയും പോകണില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് കേട്ടോ. അപ്പോൾ എണ്ണമയാണ് തലക്ക് ആകെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സെറ്റിംഗ് പൗഡർ ആദ്യം തന്നെ ഇടുന്നതായിരുന്നു. ബട്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ സെറ്റിംഗ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെറ്റിംഗ് പൗഡർ നമ്മളുടെ കണ്ണിൻ്റെ താഴെ കവിളിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ചുണ്ടിൻ്റെ ഭാഗത്തേക്ക് ഇട്ടിട്ട് കൊടുത്താൽ മേക്കപ്പ് നല്ല സെറ്റായിട്ടിരിക്കണം. കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഡാസ്ലറിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ എന്താ പറയുക, അത് അത്യന്താപേക്ഷിതമാണ്. ഇനി അടുത്തത് നമ്മുടെ ബ്ലഷ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലഷ് ബോംബാണ് ഞാൻ എടുത്തുള്ളത് കേട്ടോ. LA-ൻ്റെയാണ്, LA-18. ഞാൻ ഇപ്പോൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഒക്കെ അണ്ടർ 150 വരുന്ന കേട്ടോ. അപ്പോൾ എല്ലാം 150 താഴെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അത്ര പ്രൊഫഷണൽ എന്നല്ലാത്ത കാരണം ഇതൊക്കെ വളരെ റേറ്റ് കുറവിൽ റീസണബിൾ ആയിട്ടും കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് വാങ്ങിയത്. അപ്പോൾ LA-യുടെ ബ്ലഷ് ബോംബ് ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല പിഗ്മെന്റഡ് കേട്ടോ ഈ സംഭവം. ഇത്രയും വളരെ റേറ്റ് കുറവിന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ വലിയൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. കാരണം ഒക്കെ റീസണബിൾ ആയിട്ടൊക്കെ കിട്ടുന്നത്. കാരണം എനിക്ക് ഇത്ര ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ് വേണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് അറിയോ, ഹൈലൈറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. മുഖത്ത് നമ്മുടെ കവിളിലും മൂക്കിലും മാത്രമായിട്ടാണ് ഹൈലൈറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോ റെനിയുടെ ഒരു നമ്മുടെ ഒരു ബാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയാണ്. നമ്മൾ ഷിയ ബട്ടർ ഒക്കെ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ ലിപ് മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ലിപ്സ്റ്റിക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന സംഭവമാണ്. ആദ്യം നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലിപ് ലൈനർ കൊണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആ കളർ എന്തോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് റെഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പം ഞാൻ റെഡ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കൊണ്ട് ലിപ് ലൈനർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിക്ക് തോന്നിയ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് മാൾസ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ബാക്കിയൊക്കെ
ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മാർസ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത് തന്നെ ഉപയോഗിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറേ ഷെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർസിൻ്റെ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ഈ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ 24 ഷെയ്ഡത്തെ ഗ്രേപ്പ്ഫുൾ ഗൂമർ എന്ന ഷെയ്ഡ് ഉണ്ട്. ഡാൻസിൻ്റെ കുറേ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ഷെയ്ഡും കൂടി ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഓഫറിന് കിട്ടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ഒക്കെ ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ കാണാൻ വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് മൂപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് നല്ലൊരു പ്ലംപി ആയിട്ട് നമ്മുടെ ലിപ്പ് നിൽക്കുന്നു. ഇനി അതിനുശേഷം നമുക്ക് ലിപ് ഗ്ലോസ് വന്നിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസൈറ്റിൻ്റെ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലിപ് ഗ്ലോസും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്ന നിലയ്ക്ക് ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് മേക്കപ്പ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഇതിന് വേണ്ടി പഠിച്ചതാട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ടോ എൻ്റെ ലിപ്സ്റ്റിക് സ്ട്രക്ചർ എത്രയോ മാറിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടാനായിട്ട് എത്രയോ നല്ലതാണ് നമ്മുടെ ലിപ് ബാമും ലിപ് ലൈനറും അതുപോലെ തന്നെ ലിപ് ഗ്ലോസ് ഒക്കെ ചേർത്ത് ഇടുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ഇനി ജസ്റ്റ് നമ്മുടെ മുഖത്ത് പൊട്ടുവയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്പീഡാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു സംഭവം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും മറക്കാൻ പാടില്ല കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിക്കണമായിരുന്നു. അത് ഞാൻ ചെയ്ത് എൻ്റെ സാരിയൊക്കെ ഞാൻ ഊരിക്കളഞ്ഞു. അപ്പോൾ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കുക. എങ്കിൽ ഞാൻ ഫൈനൽ ലുക്ക് ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ വാങ്ങിയത് സ്വിസ് ബ്യൂട്ടിയുടെ നമ്മുടെ ഒരു മേക്കപ്പ് സ്പ്രേ ആട്ടോ, സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇന്നൊരു എണ്ണക്കുടി നടത്തിയ കാരണം മുഖത്ത് തലയിലൊക്കെ ഭയങ്കര എണ്ണമായ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഇത് ഞാൻ ഇപ്പോൾ സാരി പൂരി കളയാനുള്ളത് ഗൈസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് മേക്കപ്പ് ചെയ്താണ്, ഈ മേക്കപ്പ് വീഡിയോ ഇടാൻ വേണ്ടി മാത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല കമൻസ് ഒക്കെ തന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയുള്ളവരൊക്കെ